നമസ്കാരം. പ്രധാന വാർത്തകൾ. പി ജയരാജന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് വ്യാഴാഴ്ച സംസ്ഥാന ഹർത്താലിനോട് സഹകരിക്കണമെന്ന് സിപിഎം തൊടുപുഴ ഏരിയ കമ്മിറ്റി. വൈദ്യുതി നിരക്ക് വർധനയ്ക്കെതിരെ വ്യാപാരികൾ കടകളടച്ച് പ്രതിഷേധിച്ചു. സിപിഐ ജില്ലാ പ്രക്ഷോഭ ജാഥയ്ക്ക് വ്യാഴാഴ്ച തുടക്കം. വാർത്തകൾ വിശദമായി. സിപിഎം കണ്ണൂർ ജില്ലാ സെക്രട്ടറി പി ജയരാജന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് വ്യാഴാഴ്ച സംസ്ഥാനത്ത് സിപിഎം ഹർത്താൽ ആചരിക്കും. രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെയാണ് ഹർത്താൽ. ജയരാജന്റെ അറസ്റ്റ് രാഷ്ട്രീയ പ്രേരിതമാണെന്നും ഹർത്താലിനോട് മുഴുവൻ ബഹുജനങ്ങളും സഹകരിക്കണമെന്നും പാർട്ടി തൊടുപുഴ ഏരിയ സെക്രട്ടറി വി മത്തായി അഭ്യർത്ഥിച്ചു. സിപിഎം കണ്ണൂർ ജില്ലാ സെക്രട്ടറി സഖാവ് പി ജയരാജന്റെ അറസ്റ്റ് തികച്ചും ജനാധിപത്യ വിരുദ്ധവും ഏകാധിപത്യപരവുമായിട്ടുള്ള ഒരു നടപടിയാണ്. കണ്ണൂർ പോലെ പാർട്ടിക്ക് ഏറ്റവും വലിയ സംഘടനാ ശേഷിയുള്ള ഒരു ജില്ലയിൽ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയെ തന്നെ കള്ളക്കേസിൽപ്പെടുത്തി അറസ്റ്റ് ചെയ്താൽ ഈ പാർട്ടി തകർന്നുകൊള്ളുമെന്ന് വ്യാമോഹിക്കുന്ന UDF നേതൃത്വവും UDF ഗവൺമെൻറ്റും വിഡ്ഢികളുടെ ലോകത്താണ് ജീവിക്കുന്നത് എന്ന് കാണാൻ വേണ്ടി കഴിയും. മുസ്ലിം ലീഗിൻ്റെ കടുത്ത സമ്മർദ്ദത്തിന് വഴങ്ങിയിട്ടാണ് ഈ കടത്തപൂർണമായിട്ടുള്ള നടപടിയുമായി UDF ഗവൺമെൻറ് നീങ്ങുന്നത്. 2 പേരുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുസ്ലിം ലീഗിൻ്റെ MLA PK ബഷീറിനെതിരെ FIRൽ 6ാം പ്രതിയായി കേസെടുത്തിട്ട് പോലും ബഷീറിനെ. വൈദ്യുതി നിരക്ക് വർധനയിൽ പ്രതിഷേധിച്ച് വ്യാപാരികൾ ചൊവ്വാഴ്ച വൈകിട്ട് കടകളടച്ച് പ്രതിഷേധിച്ചു. വ്യാപാരികൾ നഗരത്തിൽ പ്രകടനം നടത്തി. മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് R രമേശ്, ജനറൽ സെക്രട്ടറി CK അബ്ദുൾ ഷെരീഫ് എന്നിവർ നേതൃത്വം നൽകി. പ്രകടനത്തെ തുടർന്ന് യോഗം വ്യാപാരി വ്യവസായ ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് മാരിൽ കൃഷ്ണൻ നായർ ഉദ്ഘാടനം ചെയ്തു. എന്താണ് വൈദ്യുതി ബോർഡ് എടുത്തിട്ടുള്ള തീരുമാനം? മുൻകാല പ്രാബല്യത്തോടുകൂടി വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇവിടെ ഉപഭോക്താക്കൾക്ക് സാധനം ജൂലൈ മാസം 1-ാം തീയതി മുതൽ ഇവിടെ തുണിക്കടയിൽ വ്യാപാരം ചെയ്തിട്ടുണ്ട്. വർദ്ധിപ്പിച്ച വൈദ്യുതി നിരക്ക് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്സ് കേരളയുടെ നേതൃത്വത്തിൽ തൊടുപുഴ വൈദ്യുതി ഭവനിലേക്ക് മാർച്ചും ഉപരോധവും നടത്തി. ഉപരോധ സമരം CPM സംസ്ഥാന കമ്മിറ്റി അംഗം KP മേരി ഉദ്ഘാടനം ചെയ്തു. സംഘടനയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് VS മീര കണ്ണൻ, മറ്റ് ജില്ലാ നേതാക്കൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. മാർച്ച് കേരള ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ള പ്രതിഷേധ മാർച്ച് ഈ വാഹനത്തിന് പിന്നിൽ കടന്നുവരികയും മാർച്ച് തൊടുപുഴ ഇലക്ട്രിസിറ്റി ബോർഡ് സർക്കിൾ ഓഫീസിന് മുന്നിൽ എത്തിച്ചേരുമ്പോൾ ഉപരോധ സമരത്തെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ശ്രീമതി KP കേരള ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ള പ്രതിഷേധ മാർച്ച് ഈ വാഹനത്തിന് പിന്നിൽ കടന്നുവരികയും കേരള സംസ്ഥാന ഗവൺമെന്റ് അന്യായമായി വർദ്ധിപ്പിച്ചിട്ടുള്ള വൈദ്യുതി നിരക്ക് നിങ്ങളുടെ മേഖലയെ വളരെ പ്രതികൂലമായി ബാധിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം വൈദ്യുതി ഇല്ലാതെ വർക്ക്ഷോപ്പ് മേഖല, പ്രത്യേകിച്ച് ഓട്ടോമൊബൈൽ മേഖല. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ ആഗസ്റ്റ് 10-ന് ജില്ലയിലെ 4 താലൂക്ക് ഓഫീസുകളിലേക്കും CPI നേതൃത്വത്തിൽ മാർച്ച് നടത്തും.
മാർച്ചിന്റെ പ്രചരണാർത്ഥം ആഗസ്റ്റ് 2 മുതൽ 5 വരെ ജില്ലാ സെക്രട്ടറി കെ ശിവരാമന്റെ നേതൃത്വത്തിൽ വാഹന പ്രചരണ ജാഥ നടത്തും. ജാഥയുടെ ഉദ്ഘാടനം 2-ന് വൈകിട്ട് 6-ന് കാഞ്ഞാറിൽ സിപിഐ ദേശീയ നിർവാഹക സമിതി അംഗം കെ ഇസ്മായിൽ ഉദ്ഘാടനം ചെയ്യും. ജില്ലാ സെക്രട്ടറി കെ ശിവരാമൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചതാണ് ഇക്കാര്യം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ ഈ ആഗസ്റ്റ് മാസം 10-ാം തീയതി കേരളത്തിലെ എല്ലാ താലൂക്ക് ഓഫീസുകളിലേക്കും ആയിരക്കണക്കിന് ജനങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ബഹുജന മാർച്ചും ധർണയും സംഘടിപ്പിക്കാൻ പാർട്ടിയുടെ സംസ്ഥാന കൌൺസിൽ തീരുമാനിച്ചു. ഈ സമരത്തിന്റെ ഭാഗമായി ആഗസ്റ്റ് മാസം 2-ാം തീയതി മുതൽ 5-ാം തീയതി വരെ ഇടുക്കി പാർട്ടി ജില്ലാ കൌൺസിലിന്റെ നേതൃത്വത്തിൽ പ്രചരണ ജാഥ സംഘടിപ്പിക്കും. 10-ാം തീയതി ജില്ലയിലെ 4 താലൂക്ക് കേന്ദ്രങ്ങളിലേക്കും ആയിരക്കണക്കിന് ജനങ്ങൾ അണിനിരക്കുന്ന ബഹുജന മാർച്ച് സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഈ ഗവൺമെന്റ് ഏറ്റവും അപകടമുണ്ടാക്കുന്നത് മതന്യൂനപക്ഷ താൽപര്യമെന്ന പേരിൽ മുസ്ലിം ലീഗ് ആവശ്യപ്പെടുന്നതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പൊ കേരളത്തിലെ 1000 മുസ്ലിം മദ്രസകളിൽ ഓണം ഖാദി മേള തൊടുപുഴയിൽ PT തോമസ് MP ഉദ്ഘാടനം ചെയ്തു. മുനിസിപ്പൽ ചെയർമാൻ TJ ജോസഫ് ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. രാജ്യത്തിന്റെ സ്വയം സമ്പൂർണ്ണ ഗ്രാമങ്ങൾ എന്ന മഹാത്മജിയുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ ഖാദിയിലേക്ക് മടങ്ങുക എന്ന മുദ്രാവാക്യം നമ്മുടെ രാജ്യത്തിന്റെ തന്നെ പൊതുവായ മുദ്രാവാക്യമാണ്. ഈ മേഖലയിൽ ധാരാളം ആളുകൾ വഴിമാറിപ്പോകുന്ന ഒരു സാഹചര്യമുണ്ട്. ഞാൻ മനസ്സിലാക്കിയത് ഈ തൊടുപുഴയിൽ നിന്ന് മാത്രം 7 ലക്ഷം രൂപയുടെ തുണിയും 5 ലക്ഷം രൂപയുടെ നൂലും ഈ 3 സെന്ററുകളിൽ ഉത്പാദിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഇപ്പോൾ സാരി, അതുപോലെ തന്നെ സോപ്പ്, ടോയ്ലറ്റിൽ ഉപയോഗിക്കുന്ന ലോഷൻസ്, പശ, ഹാൻഡിക്രാഫ്റ്റ് ഐറ്റംസ്. സ്പൈസസ് ബോർഡ് വൈസ് ചെയർമാൻ റോയ് കെ പൌലോസ് ആദ്യ വിൽപ്പന നിർവഹിച്ചു. പുറപ്പുഴ പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ നിന്ന് ആൽമരം മുറിച്ചു മാറ്റിയതിനെതിരെ BJP നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. മറ്റൊരു മരത്തിന്റെ തടിയിൽ മുളച്ചു വളർന്ന ആൽമരം അപകട ഭീഷണിയാകുന്നുവെന്ന് കണ്ട് പഞ്ചായത്ത് മുറിച്ചു മാറ്റുകയായിരുന്നു അത്രേ. മാർച്ചിനെ തുടർന്ന് നടന്ന ധർണ ഹിന്ദു ഐക്യവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി സ്വാമി അയ്യപ്പദാസ് ഉദ്ഘാടനം ചെയ്തു. BJP ജില്ലാ വൈസ് പ്രസിഡന്റ് VP ചന്ദ്രശേഖരൻ, മണ്ഡലം സെക്രട്ടറി ജയകൃഷ്ണൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഈ ആൾവൃക്ഷത്തിനോടാണ് പരാതിയും ദേഷ്യവും എല്ലാ ഇതര മതവിഭാഗങ്ങൾക്ക് നിൽക്കുന്നത്. അതിന്റെ കാരണം എന്താണെന്ന് അറിയുന്നില്ല. ഞാനിത് ചൂണ്ടിക്കാണിച്ചത് വെറുതെയാണെന്ന് തോന്നണ്ട. തൊടുപുഴ പട്ടണത്തിലേക്ക് വന്ന് നോക്കിയാല് ആദ്യകാലത്ത് അവിടെ വന്നിരുന്ന ആൽവൃക്ഷങ്ങള് ഒരു 4 വർഷം മുമ്പാന്ന് തോന്നുന്നു, തൊടുപുഴ അമ്പലത്തിന്റെ നേരെ മുമ്പിൽ നിന്നിരുന്ന ആൽവൃക്ഷം ഒരു 10 ഇഞ്ച് വണ്ണം ഉണ്ടായിരുന്നു. അത് വെട്ടിമുറിച്ചവിടെ ഇട്ടു. അത് ഞങ്ങൾ വളരെ ഗൗരവമായിട്ട് അതിന്റെ സംസ്കാര കർമ്മം നിർവഹിച്ചു. ആൽവൃക്ഷത്തിന്റെ കമ്പുകൾ ആരും അടുപ്പി വെച്ച് കത്തിക്കാൻ പോലും തയ്യാറാവില്ല. ഹോമാദികൾക്ക് ഉപയോഗിക്കുന്ന സാധനമാണ് ആൽവൃക്ഷം. സമരം BJPയുടെ രാഷ്ട്രീയ പാപ്പരത്വമാണ് കാണിക്കുന്നതെന്ന് പുറപ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് റെനീഷ് മാത്യു പറഞ്ഞു. മറ്റൊരു മരത്തിന്റെ തായ്തണ്ടിൽ മുളച്ചു വളർന്ന ആൽമരം ഭീഷണിയായതോടെയാണ് ശിഖരം വെട്ടിമാറ്റിയതെന്ന് അദ്ദേഹം പറഞ്ഞു. പഞ്ചായത്തിന്റെ കോമ്പൗണ്ട് പരിസരം വൃത്തിയാക്കുന്നതിന്റെ ഭാഗമായിട്ട് പഞ്ചായത്തിന്റെ സമീപത്ത് നിൽക്കുന്ന ഒരു വലിയ വാഗമരത്തിന്റെ ശിഖരത്തിൽ ഒരു പേരാല് ടൈപ്പ് ഒരു ആല് വളർന്നു വരികയും അത് യാത്രക്കാർക്കും അതുപോലെ തന്നെ കടയ്ക്കും കെട്ടിടത്തിനും ഭീഷണിയായ സാഹചര്യത്തിൽ അതിന്റെ ശിഖരങ്ങൾ മുറിച്ചു മാറ്റുക മാത്രമാണ് ഉണ്ടായത്. ഇത് പുറപ്പുഴയിലെ കുടുംബത്തിലായ ജനങ്ങൾ മനസ്സിലാക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.
ഇത്തരം ബിജെപിയുടെ അപക്വമായ രാഷ്ട്രീയ നിലപാടുകൾക്ക് ജനം ശുദ്ധ മറുപടി കൊടുക്കുമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. കേരളത്തിൽ ഒരു പഞ്ചായത്തിന്റെയും കോമ്പൗണ്ടിൽ ഏറ്റവും പ്രിയപ്പെട്ട ആൽമരം നട്ടുപിടിപ്പിച്ച് സംരക്ഷിക്കുന്ന ഏക പഞ്ചായത്തും പുറപ്പുഴയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ഇത്തരം രാഷ്ട്രീയ അപക്വമായ ഇടപെടലുകൾ ബിജെപിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് പ്രതിഷേധാർഹമാണ്. ഇതിനെതിരെ പുറപ്പുഴയിലെ കുടുംബത്തിലായ എന്റെ സഹോദരങ്ങൾ മറുപടി കൊടുക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സംസ്ഥാന സർക്കാരിന്റെ കാരുണ്യ പദ്ധതിയിൽ പങ്കാളിയാവുന്നതിന്റെ ഭാഗമായി തൊടുപുഴ മഡോണ ടെക്സ്റ്റൈൽസ് കാരുണ്യ ലോട്ടറി ടിക്കറ്റുകളുടെ വിതരണം ആരംഭിച്ചു. ഓരോ 1000 രൂപയുടെ വാങ്ങലിനും 100 രൂപയുടെ ഭാഗ്യക്കുറി ടിക്കറ്റുകളാണ് നൽകുന്നത്. ടെക്സ്റ്റൈൽസ് ഉടമയ്ക്ക് ടിക്കറ്റ് കൈമാറി തഹസിൽദാർ സുരേഷ് ജോസഫ് പദ്ധതി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സർക്കാർ കഷ്ടപ്പാടിലും ദുരിതത്തിലും വേദനയിലും കഴിയുന്ന ഏറ്റവും പാവപ്പെട്ടവരായ ആൾക്കാർക്ക് ചികിത്സാ ധനസഹായം എത്തിക്കുന്നതിന് മുന്തിയ പരിഗണനയാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. തൊടുപുഴ താലൂക്ക് ഓഫീസിൽ നിന്നും ഈ ഒരു വർഷം തന്നെ ഇതിനകം 5000-ലേറെ പേർക്ക് ചികിത്സാ ധനസഹായം നൽകിക്കഴിഞ്ഞു. ഒട്ടെല്ലാ ദിവസങ്ങളിലും ചികിത്സാ ധനസഹായത്തിനുള്ള ചെക്കുകൾ താലൂക്ക് ഓഫീസിൽ നിന്നും കൊടുത്തുകൊണ്ടാണ് ഇരിക്കുന്നത്. ഈ സർക്കാർ അധികാരമേറ്റതിനു ശേഷം വളരെ അധികം പേർക്ക് അർഹിക്കുന്ന മുഴുവൻ ആൾക്കാർക്കും ചികിത്സാ ധനസഹായം എത്തിക്കുക എന്ന അടിസ്ഥാന ലക്ഷ്യത്തോടു കൂടിയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഒരു ഭാഗമായിട്ടാണ് കൂടിയാണ് ഇതിനുള്ള മതിയായ ഫണ്ട് കണ്ടെത്തുക എന്ന അടിസ്ഥാന ലക്ഷ്യത്തോടു കൂടിയാണ് സംസ്ഥാന സർക്കാർ കാരുണ്യ ലോട്ടറിക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത്. ഫണ്ടിന്റെ ദൌർലഭ്യം മൂലം ചികിത്സ ലഭിക്കാതെ ആരും കഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാവരുത് എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇതിന് തുടക്കം കുറിച്ചിരിക്കുന്നത്. ഈ ഒരു സംരംഭത്തിൽ തീർച്ചയായും പങ്കാളികളാകുന്ന ഈ സ്ഥാപനത്തിന്റെ ഉടമകളെ സംബന്ധിച്ചിടത്തോളം ഇത് തീർച്ചയായും വളരെ അഭിമാനകരമായ ഒരു സഹകരണമാണ്. ഇവിടെ നിന്നും പർച്ചേസ് നടത്തുന്ന 1000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് നടത്തുന്ന ഓരോരുത്തർക്കും ഓരോ കാരുണ്യ ലോട്ടറി നൽകുന്നതോടൊപ്പം തീർച്ചയായും സംസ്ഥാന സർക്കാരിന്റെ ഈ കാരുണ്യ പ്രവർത്തനത്തിൽ നിങ്ങൾ കൂടി പങ്കാളികളാകുകയാണ്. ഇക്കാര്യം തീർച്ചയായും അഭിനന്ദനീയമാണ്. ഈ സംരംഭത്തിൽ എല്ലാ വിജയാശംസകളും നേർന്നുകൊണ്ട് ഞാൻ ഈ പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പി ജയരാജന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് വ്യാഴാഴ്ച സംസ്ഥാന ഹർത്താലിനോട് സഹകരിക്കണമെന്ന് സിപിഎം തൊടുപുഴ ഏരിയ കമ്മിറ്റി. വൈദ്യുതി നിരക്ക് വർധനയ്ക്കെതിരെ വ്യാപാരികൾ കടകളടച്ച് പ്രതിഷേധിച്ചു. സിപിഐ ജില്ലാ പ്രക്ഷോഭ ജാഥയ്ക്ക് വ്യാഴാഴ്ച തുടക്കം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.